നമസ്കാരം. CPM-ൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുന്നു. BJP-യിലേക്ക് വരാൻ ചർച്ച നടത്തിയ പ്രമുഖ CPM നേതാവ് LDF കൺവീനർ EP ജയരാജനാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആലപ്പുഴയിലെ പാർട്ടി സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ തുറന്നു പറഞ്ഞ സാഹചര്യത്തിൽ ചർച്ചയ്ക്കായിട്ട് EP ജയരാജന്റെ മകൻ തന്നെ ബന്ധപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞ ശോഭാ സുരേന്ദ്രൻ തെളിവായി വാട്സപ്പ് ചാറ്റും പുറത്തുവിടുകയാണ്. ജയരാജൻ BJP-യിൽ ചേരുന്നതിനുള്ള 90% ചർച്ചകളും പൂർത്തിയായിരുന്നുവെന്നും അവർ അവകാശപ്പെടുകയാണ്. എന്തുകൊണ്ട് പിന്മാറിയെന്ന് ജയരാജൻ പറയട്ടെ. മകന്റെ നമ്പറിലൂടെയാണ് ജയരാജൻ ആദ്യം ബന്ധപ്പെട്ടത് എന്നും നോട്ട് മൈ നമ്പർ എന്ന് EP ജയരാജന്റെ മകൻ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുകയും ചെയ്തു. പിന്നീട് EP പിന്മാറിയത് എന്തുകൊണ്ടാണെന്ന് പിണറായിക്ക് മാത്രമാണ് അറിയാമെന്നുള്ളതാണ് ശോഭ പറയുന്നത്. EP-യും ഭാര്യയും ജീവിച്ചിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. EP-യുമായുള്ള ഡൽഹി ചർച്ചയ്ക്ക് തനിക്ക് ടിക്കറ്റ് അയച്ചു തന്നത് ദല്ലാൽ നന്ദകുമാറാണ്. കൊച്ചി കോയമ്പത്തൂർ ഡൽഹി ടിക്കറ്റാണ് അയച്ചു തന്നത്. ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്. നന്ദകുമാർ വാട്സപ്പിൽ അയച്ച ടിക്കറ്റിൻ്റെ ചിത്രവും അവർ പത്രസമ്മേളനത്തേക്ക് കാണിക്കുകയും ചെയ്തിരുന്നു. നന്ദകുമാർ നടത്തിയ അധിക്ഷേപങ്ങൾക്കെതിരെ സ്ത്രീത്വത്തെ അധിക്ഷേപിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്കും ജില്ലാ പോലീസ് മേധാവിക്കുമൊക്കെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ പരാതി നൽകുകയും ചെയ്തു. നടപടിയെടുത്തില്ലെങ്കിൽ DGP ഓഫീസ് ഉപരോധിക്കുകയും മാത്രമല്ല മുൻപ് H. സലാം MLA അധിക്ഷേപിച്ചതിലും തൻ്റെ പേരുള്ള വ്യാജ ഓഡിയോ പ്രചരിപ്പിച്ചതിലും തൻ്റെ ഫ്ലക്സ് ബോർഡ് നശിപ്പിച്ചതിലും പരാതി നൽകിയിട്ടുണ്ട് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ. പക്ഷേ നടപടികളൊന്നും ആയിട്ടുമില്ല. തന്നെ വേട്ടയാടുന്നതിന് പിന്നിൽ കർത്തയും ഗോപാലനുമാണെന്നും അവർ ആരോപിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം ഈ CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനെയും തന്നെയും BJP നേതാവ് പ്രകാശ് ജാവദേക്കർ കണ്ടിരുന്നുവെന്ന വെളിപ്പെടുത്തലുമായിട്ട് വിവാദ ദല്ലാൾ TG നന്ദകുമാറും രംഗത്തെത്തിയിരുന്നു. സംസ്ഥാനത്ത് ഇടതുമുന്നണി സഹായിച്ചാൽ BJPക്ക് ലോക്സഭയിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ജാവദേക്കർ EP-യോട് പറഞ്ഞതെന്നും നന്ദകുമാർ പറയുകയാണ്. തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് സഹായിച്ചാൽ SNC ലാവ്ലിൻ കേസ്, നയതന്ത്ര ചാനൽ സ്വർണ്ണക്കടത്ത് കേസ് എന്നിവ അവസാനിപ്പിക്കാമെന്ന് ഉറപ്പ് കൊടുത്തു എന്നാണ് നന്ദകുമാർ കഴിഞ്ഞ ദിവസമൊക്കെ മാധ്യമപ്രവർത്തകരോടൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ EP ഉറപ്പ് നൽകാത്തതിനാൽ ചർച്ച പരാജയപ്പെടുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. തിരുവനന്തപുരത്തെ ഒരു ഫ്ളാറ്റിൽ വെച്ചായിരുന്നു ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച നടന്നത് എന്നും തൃശ്ശൂർ CPI സീറ്റായതിനാൽ ചർച്ച വഴിമുട്ടി പോവുകയാണ് ചെയ്തത്. ചർച്ച വിജയിച്ചെങ്കിൽ SNC ലാവ്ലിൻ കേസ് അവസാനിപ്പിക്കാമായിരുന്നു. സാക്ഷികൾ മരിച്ചുവെന്നും കേസ് കാലഹരണപ്പെട്ടെന്നും സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിക്കുമായിരുന്നു. കൂടിക്കാഴ്ചയെക്കുറിച്ച് ജയരാജന് നേരത്തെ വിവരം നൽകിയിരുന്നില്ല. പകരം BJP-യിൽ ചേരാൻ ജയരാജൻ ചർച്ച നടത്തിയിട്ടില്ലെന്നും നന്ദകുമാർ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് അഡ്വാൻസായി അവർ തനിക്ക് 10 ലക്ഷം രൂപ നൽകി. ആ പണമാണ് തിരികെ കിട്ടാത്തത്. ശോഭയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളിൽ പ്രശ്നമുണ്ടായിരുന്നുവെന്നും അവർ അന്യായമായി കൈവശം വെച്ച ഭൂമിയാണ് തന്നോട് വിൽക്കാൻ വേണ്ടി പറഞ്ഞത് എന്നും ഉടമ അറിയാതെ വിൽപ്പനയ്ക്ക് ശ്രമിക്കുകയായിരുന്നുവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ശോഭ നൽകിയ സ്വത്ത് വിവരത്തിൽ ഈ ഭൂമി ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും നന്ദകുമാർ ആരോപിക്കുന്നുണ്ടായിരുന്നു. KPCC പ്രസിഡന്റ് അല്ലാത്ത ഒരു സാഹചര്യമാണ് സുധാകരൻ ഉണ്ടായിരുന്നെങ്കിൽ സുധാകരൻ BJP-യിലെത്തിയനെ. അതായത് KPCC അധ്യക്ഷൻ അല്ലായിരുന്നുവെങ്കിൽ കണ്ണൂരിലെ UDF-ന്റെ സ്ഥാനാർത്ഥിയായ K. സുധാകരൻ BJP അധ്യക്ഷനായനെ എന്ന് തന്നെയാണ് ദല്ലാൽ നന്ദകുമാർ വിവരിക്കുന്നത്. സുധാകരൻ BJP-യുടെ ചുണ്ടയിൽ വീണതായിരുന്നു. പക്ഷേ KPCC പ്രസിഡന്റ് സ്ഥാനം കിട്ടിയതോടുകൂടി അദ്ദേഹം ചാടിപ്പോവുകയാണ് ഉണ്ടായതെന്ന് പറയുന്നു. ജാവദേക്കർ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. K. മുരളീധരനുമായും രമേശ് ചെന്നിത്തലയുമായും ഒക്കെ അദ്ദേഹം സംസാരിച്ചതായി പറയുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തിൽ ശോഭാ സുരേന്ദ്രനാണ് ഇത് സംസാരിച്ചതെന്നാണ് നന്ദകുമാർ കൂട്ടിച്ചേർത്ത് പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഒരൊറ്റ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ BJP-യിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് പ്രമുഖ നേതാവായിട്ടുള്ള EP ജയരാജനുമായി അങ്ങനെ ചർച്ച നടത്തിയെന്നും EP ജയരാജൻ അതായത് പിണറായിയോളം തലപ്പൊക്കം പോകുന്ന ഒരു നേതാവ് കണ്ണൂരിൽ നിന്ന് BJP-യിലേക്ക് ചേരുമെന്നുള്ള വാർത്ത 2 ദിവസത്തിന് മുൻപ് തന്നെ ശോഭാ സുരേന്ദ്രൻ പുറപ്പെടുവിച്ചു. അന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലായതാണ് അത് EP ജയരാജൻ തന്നെയാണ് എന്ന്. EP ജയരാജനും ദല്ലാൽ നന്ദകുമാറും തമ്മിൽ ചർച്ച നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് ദല്ലാൽ നന്ദകുമാർ BJP-യിലേക്ക് ഈ EP ജയരാജനെ കൊണ്ടുവരുവാനുള്ള സാധ്യതകൾ കണക്കാക്കിയിരുന്നത്. എന്നാൽ അതിൽ ചില പരാജയങ്ങൾ സംഭവിച്ചു എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ നമ്മളോട് ചിന്തിക്കേണ്ടത്, ഇങ്ങനെ ലക്ഷങ്ങൾ കോടികൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടി ദല്ലാൽ നന്ദകുമാറിനെ പോലെ ഉള്ള ഒരു ദല്ലാൽ, അയാൾ ദല്ലാൽ എന്ന് തന്നെയാണ് എല്ലായിടത്തും പറയുന്നത്, അങ്ങനെയുള്ള ഒരു ദല്ലാളിനെ ഇങ്ങനെ വച്ചു പുറപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിൽ ജനാധിപത്യ സംവിധാനത്തിൽ ഇങ്ങനെ വിള്ളലുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ചർച്ചകൾ നടത്തി കോടികൾ അഴിമതി പണങ്ങൾ കൈക്കലാക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് കമ്മീഷൻ പറ്റുന്ന ദല്ലാളായിട്ടുള്ള നന്ദകുമാറിനെ പോലുള്ള വിഡ്ഢിവേഷം കിട്ടുന്ന ചതിയന്മാരെ സത്യം പറഞ്ഞാൽ ഈ അഴുക്കുള്ളിലാക്കേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? നന്ദകുമാറിനെ പോലുള്ളവർ അല്ലെങ്കിൽ ഈ നന്ദകുമാറിനെ പോലുള്ള കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള കുതിര കച്ചവടത്തിന് ഒരിക്കലും ആരും ഒരു രാഷ്ട്രീയ പാർട്ടിയും കൂട്ടുനിൽക്കാതിരിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ 3 രാഷ്ട്രീയ പാർട്ടികളും ഒരേപോലെ തന്നെ ദല്ലാൽ നന്ദകുമാറിൻ്റെ വാരിക്കുഴിയിൽ വീഴുന്നു എന്നുള്ളതാണ് സത്യം. കാരണം ദല്ലാൽ നന്ദകുമാർ ചതി ഒരുക്കുന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് വീഴാൻ BJP എന്തിന് തയ്യാറാകുന്നു? എന്തുകൊണ്ടാണ് കോൺഗ്രസും CPM അതിലേക്ക് തയ്യാറാകുന്നത്? അപ്പോൾ തങ്ങളുടെ പാർട്ടികളിൽ സ്വസ്ഥത ലഭിക്കാതെ, തങ്ങളുടെ പാർട്ടികളിൽ അധികാര സ്ഥാനങ്ങൾ ലഭിക്കാതെ, അധികാരത്തിലേക്ക് എത്താൻ കഴിയാതാകുമ്പോൾ അധികാരമുള്ള പാർട്ടികളിലേക്ക് വലിഞ്ഞു കയറാൻ നടത്തുന്ന ശ്രമങ്ങളാണ് ഇത്തരത്തിലുണ്ടാകുന്നത്. മാത്രമല്ല തങ്ങളുടെ പാർട്ടിയിൽ ഇത്തരത്തിലുള്ള പുറത്തുനിന്നുള്ള വലിയ നേതാക്കൾ എത്തട്ടെ എന്ന് ചിന്തിക്കുമ്പോഴാണ് BJP ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും. അങ്ങനെ ദല്ലാൽ നന്ദകുമാർ പോലെ ഉള്ളവർ ഇങ്ങനെ കൊഴുത്ത് വളരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ പറയുന്നത് പോലെ
ഇത്തരത്തിൽ നന്ദകുമാറിനെ പോലുള്ള ദല്ലാളുമാരെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും എത്രയും പെട്ടെന്ന് തന്നെ ജയിലഴികൾക്കുള്ളിലേക്ക് എത്തിക്കേണ്ടതും അനിവാര്യതയാണ് എന്നാണ് പറയുന്നത്. അല്ലാതെ ഈ BJP-യുമായിട്ടോ അല്ലെങ്കിൽ CPM-ഉമായിട്ടോ കോൺഗ്രസുമായിട്ടോ ബന്ധപ്പെട്ട് വരുന്ന ചർച്ചകൾ നടത്തി അതിൽ നിന്ന് നേതാക്കന്മാരെ മറ്റു പാർട്ടികളിലേക്ക് പറിച്ചു നടപ്പെടുന്ന രീതി അത് ഇനിയെങ്കിലും അവസാനിപ്പിക്കേണ്ടതാണ്. ഒരു പാർട്ടിയുടെ ആദർശവും ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങളും ഒക്കെ കൃത്യമായി മനസ്സിലാക്കി ആ പാർട്ടിയോടൊപ്പം നടത്തേണ്ട വ്യക്തികൾ ഒരു സാഹചര്യത്തിൽ പണത്തിൻ്റെ, അധികാരത്തിൻ്റെ, പദവിയുടെ പേരിൽ മറ്റു പാർട്ടികളിലേക്ക് പോകുമ്പോൾ എന്ത് നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്, ഇവർക്ക് ഈ പോകുന്ന നേതാക്കന്മാർക്ക് എന്ത് നിലപാടുകളാണ് ഉള്ളത് എന്ന് ഈ പൊതുസമൂഹം വിലയിരുത്തേണ്ടതാണ്. കാരണം ഈ മൂന്ന് പാർട്ടിയും കാണിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.